വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളിൽ സെലിയാക് രോഗം കൂടുതലായി കണ്ടുവരുന്നതായി പഠനം. സ്മാർട്ട് ഫോണുകളുടെയും മറ്റ് സ്ക്രീനുകളിലെയും കടുത്ത നീല വെളിച്ചം മനുഷ്യന്റെ ഉറക്കത്തെ മാരകമായി ബാധിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബ്രൊക്കോളി, കോളിഫ്ലവർ എന്നിവയിലടങ്ങിയ ഒരു സംയുക്തം ചർമ്മാർബുദമായ മെലനോമ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുമെന്ന് പഠനം. സ്മാർട്ട് ഫോണിലെയും മറ്റ് സ്ക്രീനുകളുടെയും കടുത്ത നീല വെളിച്ചം മനുഷ്യന്റെ ഉറക്കത്തെ മാരകമായി ബാധിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ശരീരത്തെ തകർത്തു കളയുന്ന തരം പ്രശ്നങ്ങളിലേക്കായിരിക്കും ഇത്തരം ജീവിതരീതി നയിക്കുക. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയവയുടെ സ്ക്രീനുകളിൽ നിന്നുള്ള പ്രകാശം ഒരു ജനലകത്തൂടെ സൂര്യപ്രകാശം കടന്നു വരുന്നതിന് തുല്യമാണ്. ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ ഇത് ബാധിക്കും. ഉറക്കത്തെയും ഉണർന്നിരിക്കുന്നതിനെയും നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്നത് മെലാട്ടോണിൻ എന്ന ഹോർമോണാണ്. മസ്തിഷ്കത്തിലെ പീനിയൽ ഗ്രന്ഥിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രിയിൽ ഇതിന്റെ ഉൽപ്പാദനത്തിനനുസരിച്ചാണ് മനുഷ്യൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. പുലർച്ചെ വരെ മെലാട്ടോണിന്റെ ഉൽപ്പാദനം ശരീരത്തിൽ നടക്കും. എന്നാൽ നീലപ്രകാശം പ്രവഹിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നതോടെ മസ്തിഷ്കത്തിലേക്ക് തെറ്റായ സന്ദേശമാണ് എത്തുക. മെലാട്ടോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കാനും ഇത് ഇടയാക്കും. അതോടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഉറക്കം തടസ്സപ്പെടുന്നത് ഹൃദയാഘാതത്തിലേക്ക് വരെ നയിക്കുമെന്നാണ് നേരത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. കാൽമുട്ടിലെ പ്രശ്നങ്ങളും ഫിസിയോതെറാപ്പിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗൗരീശപട്ടത്തെ എക്സിക്യൂട്ടീവ് സെന്റർ ഫോർ ഫിസിയോതെറാപ്പിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായ ശ്രീജിത്ത് എം നമ്പൂതിരിയാണ്. സ്വാഗതം ചർച്ചയിലേക്ക്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായും നമ്മുടെ കാൽമുട്ടിൽ കണ്ടുവരുന്നത്? കാൽമുട്ട് എന്ന് പറയുന്നത് തുടയെല്ലായ ഫീമറും താഴത്തെ എല്ലായ ടിബിയയും ചേർന്നുണ്ടാകുന്ന സന്ധിയാണ്. ഈ എല്ലുകൾക്കിടയിൽ കുഷനിങ്ങിന് വേണ്ടി ജലാംശം കൂടുതലായിട്ടുള്ള ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ട്. അതുപോലെ തന്നെ മുട്ടിൻ്റെ ബലം നിലനിർത്തുന്നതിന് വേണ്ടി മുൻപിലും പുറകിലുമായി 2 ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റുകൾ ഉണ്ട്. ഇതിന് ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് എന്നും പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് എന്നും പറയുന്നു. അതുപോലെ വശങ്ങളിലെ ബലം നിലനിർത്തുന്നതിന് വേണ്ടി 2 കൊലാറ്ററൽ ലിഗമെൻറ്റ്സ് ഉണ്ട്, മീഡിയൽ ആൻഡ് ലാറ്ററൽ കൊലാറ്ററൽ ലിഗമെൻറ്റ്സ്. ഈ സന്ധി ഒരു വിജാഗിരി പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാല് മടങ്ങുകയും നോക്കുകയും ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇതിന് ഉള്ളത്. അതുപോലെ തന്നെ മുട്ടിൻ്റെ മുൻവശത്ത് മുട്ട് ചിരട്ടയും സന്ധിയുടെ ഭാഗമാകുന്നുണ്ട്. കാലിൽ ബലം താങ്ങുമ്പോൾ ലോക്ക് ചെയ്യുകയും കാല് മടക്കുന്നതിന് വേണ്ടി അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്ന പ്രതിഭാസവും ഇതിലുണ്ട്. സന്ധികൾക്ക് അകത്തുള്ള മെനിസ്കസിൻ്റെ ചെറു ചലനങ്ങളാണ് ഇത്തരം ലോക്കിംഗ് അൺലോക്കിംഗ് മെക്കാനിസം നടപ്പാകുന്നത്. ശരീരത്തിലെ ഭാരം ഏറ്റവും കൂടുതൽ താങ്ങപ്പെടേണ്ട സന്ധികൾ ഒന്നാണ് മുട്ട്. അതുപോലെ തന്നെ ഈ സ്പോർട്സ് പോലുള്ള കായിക രംഗങ്ങളിലുള്ളവർക്ക് ഒരുപാട് ഷോക്ക് മുട്ടിലേക്ക് വരുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടിൽ രോഗങ്ങളും പരിക്കുകളും സർവ്വസാധാരണമായി കണ്ടുവരുന്നു. മുട്ടിൽ രോഗാവസ്ഥയ്ക്ക് പ്രധാനമായി കാരണമായി പറയാവുന്നത് അമിതഭാരം, അല്ലെങ്കിൽ നമ്മുടെ ജോലികളുടെ രീതി, ഒരുപാട് നിൽക്കുന്ന ജോലി, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ജോലികൾ ഉള്ള ആൾക്കാർ, പിന്നെ ചില രോഗാവസ്ഥ, തേയ്മാനം പോലുള്ള രോഗാവസ്ഥ, ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലെയുള്ള തേയ്മാനം, അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വാതരോഗം, സന്ധിവാതം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, ഗൗട്ട് പോലെയുള്ള യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഗൗട്ട് പോലെയുള്ള രോഗങ്ങൾ, കാർട്ടിലേജിന് ഡിജനറേഷൻ വന്നുള്ള രോഗങ്ങൾ, അതുപോലെ പരിക്കുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ സന്ധിയെ ബലപ്പെടുത്തുന്നതിനാവശ്യമായ പേശികൾ സന്ധിക്ക് ചുറ്റും ഉണ്ട്. ഇവയുടെ ബലക്കുറവ്, ഇവ അസ്ഥിയുമായി കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ ടെൻഡൻസിനുണ്ടാകുന്ന ഇഞ്ചറി, അതുപോലെ ഈ കണക്റ്റീവ് ടിഷ്യൂ ബർസയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തുടങ്ങിയ അവസ്ഥകൾ കൊണ്ടും മുട്ടിന് പരിക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇത് ശരിയായ സമയത്തുള്ള ചികിത്സ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഈ രോഗാവസ്ഥ കൂടി മുട്ടുമാറ്റിവെക്കുന്ന അവസ്ഥയിലേക്കൊക്കെ തേയ്മാനം വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, അമിതഭാരം കൊണ്ടാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായോ ആണോ വരുന്നത്, അതോ ഈ രോഗാവസ്ഥ കൊണ്ടാണോ വരുന്നത്, അതോ നമ്മൾ സ്പോർട്സിൽ നിന്നുണ്ടാകുന്ന ഇഞ്ചറി കൊണ്ടാണോ വരുന്നതെന്ന് കണ്ടുപിടിച്ച് മരുന്ന് ചികിത്സയും ആവശ്യമായ ഫിസിയോതെറാപ്പിയും ചെയ്യുകയാണെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത അവസ്ഥയിൽ നമുക്ക് തുടരാൻ കഴിയും.
ഡോക്ടർ, ഈ കാൽമുട്ട് പ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ളതാണ്. നമുക്ക് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ എന്നുവെച്ചാൽ തേയ്മാനം, നമ്മുടെ ഈ ഞാൻ പറഞ്ഞു സന്ധികളുടെ അസ്ഥികളുടെ ഇടയിൽ ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ്, കുഷ്യനിങ്ങിന് വേണ്ടിയുള്ള ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ട്. ഇത് ധാരാളം ജലാംശം ഉള്ള ഇതാണ്. ഒരുപാട് നേരം വെയിറ്റ് ബെയർ ചെയ്യുകയും ഒരുപാട് നേരം ഭാരം താങ്ങി നിൽക്കുന്ന അവസ്ഥ വരികയും അമിതഭാരം ഉള്ളവരിലും ഇതിന് സ്ട്രെയിൻ കൂടുകയും ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഹൈറ്റ് കുറയുകയും തിന്നിങ് ഉണ്ടാവുകയും തന്മൂലം അസ്ഥികൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥ വരികയും കാൽസിഫിക്കേഷൻ പോലെയുള്ള കാൽസ്യം ഡെപ്പോസിറ്റ് പോലെയുള്ള സംഗതികൾ ഉണ്ടാകുകയും ചെയ്ത് സന്ധികളുടെ ചലനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് നമുക്ക് വേദന ഉണ്ടാക്കുകയും ഇരിക്കാനും നിൽക്കാനും മടക്കാനും സ്റ്റെപ്പ് കയറാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ച പോലെയുള്ള തേയ്മാനം അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ, സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയ കാരണങ്ങളാണ് പ്രധാനമായും മുട്ടിന് പരിക്കുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ മുട്ട് ചിരട്ടയുടെ അടിവശത്തുള്ള കാർട്ടിലേജിന് ക്ഷതം വന്നാലും നമുക്ക് മുട്ടുവേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഇലിയോടിബിയൽ ബാൻഡ്, ഹിപ്പിൽ നിന്നും മുട്ടിലേക്ക് വരുന്ന ഒരു ബാൻഡാണ്. ഈ ബാൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മുട്ടിൻ്റെ വശത്താണ്. ഇതിനെവിടെ സ്ട്രെയിൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതിന് ടൈറ്റ്നസ് വരികയോ ഒക്കെ ചെയ്താൽ ഇലിയോടിബിയൽ സിൻഡ്രം അല്ലെങ്കിൽ ഈ വേദന ഉണ്ടാകുന്ന അവസ്ഥ വരാറുണ്ട്. പടി കയറുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ കാണാറുണ്ട്. ഇത് ഏതാണ് രോഗാവസ്ഥ എന്ന് മനസ്സിലാക്കി അതിന് ആവശ്യമായ വൈവിധ്യങ്ങളായ ട്രീറ്റ്മെൻറ്റാണ് ആവശ്യമുള്ളത്. ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് ഞാൻ പറഞ്ഞു, മടക്കാനുള്ള ബുദ്ധിമുട്ട്, വേദന, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പടി കയറാനുള്ള ബുദ്ധിമുട്ട് മുതലായവ കണ്ടുവരുന്നു. അതുപോലെ തന്നെ മുട്ടിൻ്റെ മുന്നിലുള്ള ചിരട്ടയുടെ മൂവ്മെൻറ്റ് കുറയുകയും പേശികൾക്കുള്ള ബലം കുറയുകയും ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് മുട്ടിന് അകവശത്താണ് സർവ്വസാധാരണമായി വേദന കണ്ടുവരാറുള്ളത്. ഇതിന് വേദന നിവാരണത്തിനുള്ള സങ്കേതങ്ങൾ ഫിസിയോതെറാപ്പിയിലുണ്ട്. അൾട്രാസൗണ്ട്, ലേസർ പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് വേദന കുറയ്ക്കുകയും മുട്ടിൻ്റെ ചലനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മൊബിലൈസേഷൻ എക്സസൈസും അതുപോലെ പേശികൾക്ക് ബലം കൊടുക്കുന്നതിനാവശ്യമായ സ്ട്രെങ്തനിങ് എക്സസൈസും നൽകി ഈ വേദന കുറയ്ക്കുകയും തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിന് ആവശ്യമായ മോഡിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇത് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഈ ആർത്രൈറ്റിസ് കൊണ്ട് മുട്ടിനുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവയ്ക്ക് ഈ ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്താണ്? ആർത്രൈറ്റിസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വേദനയാണ്. നമുക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, തറയിൽ കുത്തിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മുട്ടിൽ നീര് വരിക, രാവിലെ എണീക്കുമ്പോൾ പിടുത്തം വരിക, ഇതൊക്കെയാണ് ആർത്രൈറ്റിസിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. ആർത്രൈറ്റിസ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഏജ് റിലേറ്റഡ് ആയിട്ട് വരാം. അതുപോലെ സെക്കൻഡറി ടു ഇഞ്ചറി, എന്തെങ്കിലും നമുക്ക് ഒടിവോ അങ്ങനെ എന്തെങ്കിലും വന്നതിന് ശേഷം വരാം. അതുപോലെ തന്നെ രോഗാവസ്ഥ, ഈ സന്ധിവാതം കൊണ്ട് ഈ ആർട്ടിക്കുലർ കാർട്ടിലേജൊക്കെ ടയറായി അല്ലെങ്കിൽ ഡീജനറേഷൻ വന്നും വരാം. ഗൗട്ട് പോലുള്ള ഡെപ്പോസിറ്റുകളൊക്കെ വന്നതിന് ശേഷവും തേയ്മാനം വരാവുന്നതാണ്. ഇതിലൊക്കെ പ്രധാനമായി കണ്ടുവരുന്നത് വേദനയും ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇത് ഓരോന്നിൻ്റെയും ചികിത്സ വ്യത്യസ്തമാണ്. തേയ്മാനത്തിനുള്ള ചികിത്സ ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ മെഡിക്കൽ രോഗാവസ്ഥയായ സന്ധിവാതം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ട് പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് ചികിത്സ ആവശ്യമാണ്. ഇതിൻ്റെ ഈ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് മരുന്ന് ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്തുകയും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫിസിയോതെറാപ്പി ഉപയോഗപ്പെടുത്താവുന്നതാണ്. തുടക്കത്തിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് മേൽനോട്ടത്തിൽ അസുഖത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യുകയും തുടർന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യായാമങ്ങൾ തുടർ വ്യായാമമായി വീട്ടിൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇത് പരിഹരിക്കാവുന്നതാണ്. സന്ധി തേയ്മാനത്തിന് തുടക്കാവസ്ഥയിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയുകയും എക്സ്റേയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ജോയിൻറ്റ് സ്പേസ് ഒരുപാട് കുറയുന്നതിന് മുമ്പോ വേദന തുടങ്ങുന്ന അവസ്ഥയിൽ ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഇത് ഡീജനറേഷനിലേക്ക് പോയി സന്ധികൾക്കുള്ള സ്പേസ് ഇല്ലാതാവുകയും ചലിപ്പിക്കാനാവാത്ത അവസ്ഥ എത്തുകയും ചെയ്ത് മുട്ട് മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് ശരിയായ സമയത്തുള്ള ഫിസിയോതെറാപ്പി കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഈ കാൽമുട്ടിൽ ഈ ലിഗ്മെന്റ് ഇഞ്ചുറി ശരിക്കും സർവ്വസാധാരണമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? മുട്ടിന് ബലം കൊടുക്കുന്ന ഇതാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പല രീതിയിലും നമുക്ക് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. പ്രായമായവർക്ക് തേയ്മാനം കൊണ്ട് അല്ലെങ്കിൽ ഈ ലിഗമെൻറ്റ്സിൻ്റെ ഡീജനറേറ്റീവ് ചേഞ്ചസ് കൊണ്ട് അതിൻ്റെ ബലം കുറഞ്ഞ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ് ചെറിയൊരു ഇമ്പാക്റ്റ് വരുമ്പോഴൊക്കെ തന്നെ ഇഞ്ചുറി വരാറുണ്ട്. അത് തേയ്മാനവുമായിട്ട് അനുബന്ധിച്ചുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ഇവൻറ്റ്സിൽ ഉള്ള ആൾക്കാർ ഈ ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ലോഡ് പ്രത്യേക തരത്തിൽ ആ ലിഗമെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ലിഗമെൻറ്റ് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ലിഗമെൻറ്റ് ഇഞ്ചുറി സന്ധികളുടെ പ്രവർത്തനത്തെ
പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. മുട്ട് മെനിസ്കസ് പോലുള്ള ഇതിന് ഇഞ്ചറി വരികയാണെങ്കിൽ മുട്ട് മടക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശരീരഭാരം താങ്ങാനാവാത്ത അവസ്ഥ, നടക്കുമ്പോൾ ബക്കിൾ ചെയ്യുന്ന അവസ്ഥ, സ്റ്റെപ്പ് കയറുമ്പോൾ വീഴുന്ന അവസ്ഥ തുടങ്ങിയ ഇത് വരാറുണ്ട്. ഇതിൻ്റെ ചികിത്സ ഈ ഇഞ്ചറിയുടെ തലം അനുസരിച്ചാണ്. ചെറു ലിഗമെൻ്റ് സ്ട്രെച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പരിപാടികൾ കൊണ്ട് തന്നെ നമുക്ക് ശരിപ്പെടുത്താൻ പറ്റും. നോക്കിയിട്ട് എക്സ്റേ പോലുള്ള പരിശോധനകൾ നടത്തി നോക്കുക, അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് ഏത് ലിഗമെൻറ്റിനാണ് ഇഞ്ചറി വന്നിരിക്കുന്നതെന്നും അതിൻ്റെ എക്സ്റ്റെൻഡ് എത്രയാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് സിംറ്റം നോക്കി നമുക്ക് അതിന് ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയുന്നതാണ്. മുട്ടിലെ ലിഗമെൻ്റായ മെനിസ്കസ് ഇഞ്ചറി അല്ലെങ്കിൽ മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻ്റൊക്കെ ഇഞ്ചറി, ചെറിയ തോതിലുള്ള ഇഞ്ചറി വരികയാണെങ്കിൽ രോഗിക്ക് വേദനയും മടക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് കണ്ടുവരാറുള്ളത്. ഇതിന് നമുക്ക് ചെറിയ ഇഞ്ചറി ആണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യുക. ഫിസിയോതെറാപ്പിയിൽ അൾട്രാസൗണ്ട്, ടെൻസ്, ഇൻ്റർഫറൻഷ്യൽ തെറാപ്പി തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആവശ്യമെങ്കിൽ ടേപ്പിംഗ് പോലുള്ള സങ്കേതങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തി ചലനം അധികം ഉണ്ടായി കൂടുതൽ ഇഞ്ചറി ഉണ്ടാവാതിരിക്കുന്നതിനും സാധ്യതമാണ്. ഇതിൻ്റെ ഇഞ്ചറിയുടെ എക്സ്റ്റെൻഡ് കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ചില ഫൈബേഴ്സ് റപ്ചർ ആവുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെച്ച് ആവുകയോ നീര് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിന് മരുന്ന് ചികിത്സ ആവശ്യമാണ്. അതുപോലെ ഓർത്തോപെഡിഷനെ കണ്ടിട്ട് മരുന്ന് ചികിത്സയും, അതുപോലെ ഇമ്മൊബിലൈസേഷൻ, ഇത് അനങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ബ്രേസ് പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുകയും, അത് ഭാരം കാല് കുത്തി വെയിറ്റ് കൊടുത്താൽ ഇഞ്ചറി കൂടുതലാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വെയിറ്റ് ബെയർ ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് റപ്ചർ ആവുന്ന അവസ്ഥയാണെങ്കിൽ ഇത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സർജറി ചെയ്യുകയും സർജറിക്ക് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇത് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഡോക്ടർ, അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രധാനമായും പേശികളുടെ ബലം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. മുട്ടിനെ താങ്ങി നിൽക്കുന്ന ഫ്രണ്ടിൽ ഉള്ള ക്വാഡ്രിസെപ്സ് എന്നുള്ള മസിൽ ഉണ്ട്. അതുപോലെ പുറകിൽ നിന്നും ശക്തി കൊടുക്കുന്ന ഹാംസ്ട്രിങ്സ് എന്നുള്ള പേശിയുണ്ട്. ഇതിൻ്റെ ബലം നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരുപാട് തവണ ആവശ്യമുള്ളതുകൊണ്ട് ഇതിൻ്റെ ബലം പൂർണ്ണമായും ആവശ്യമാണ്. ഇതിൻ്റെ ബലം കൂട്ടുന്നതിനും ആവശ്യമായ വ്യായാമം സ്ഥിരമായി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ഇവൻറ്റിലൊക്കെ പങ്കെടുക്കുന്നവർ ഈ ഒരു വാമപ്പ് എക്സസൈസ് ഇല്ലാതെ ചെയ്യുക. ഇപ്പോൾ ക്വാഡ്രിസെപ്സ് അല്ലെങ്കിൽ ഹാംസ്ട്രിങ്സ് ഒരു പ്രിപ്പയർഡ് ആവാത്ത നിലയിൽ നമ്മൾ ലോഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഇഞ്ചറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഈ പേശികൾ സന്ധികൾക്ക് കൊടുക്കുന്ന ബലം കുറവായതുകൊണ്ട് ലിഗമെൻസിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ, സ്പോർട്സ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അല്ലെങ്കിൽ ഓടുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരു ചെറിയ വാമപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ മസിൽസിനൊക്കെ ഒരു ലഘുവായ സ്ട്രെച്ചിങ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഇഞ്ചറി വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തേയ്മാനം ഉള്ള അവസ്ഥ കൊണ്ട് പേശികളുടെ ബലം പൂർണ്ണമായി ഇല്ലാത്ത അവസ്ഥ കണ്ടുവരാറുണ്ട്. തേയ്മാനത്തിന് ചികിത്സ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ മുട്ടിന് ബലം കൊടുക്കുന്ന മസിലുകൾക്ക് വ്യായാമം കൊടുത്ത് അത് ദൃഢപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ എപ്പോൾ വ്യായാമം ചെയ്യണം, രോഗാവസ്ഥയിൽ എപ്പോൾ വ്യായാമം ചെയ്യണം എന്നുള്ളതും, രോഗം വരാതിരിക്കാൻ എപ്പോൾ വ്യായാമം ചെയ്യണമെന്നും, ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യണം എന്നുള്ളതിനാണ് പ്രസക്തി. നമ്മൾ കണ്ടിട്ടുണ്ട് മുട്ട് വേദന ഉള്ള ആൾക്കാർ വെയിറ്റ് ഉയർത്തുന്ന വ്യായാമം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മുട്ടിൽ വെയിറ്റ് വെച്ചിട്ട്, പാദത്തിൽ വെയിറ്റ് വെച്ചിട്ട് ഉയർത്തുന്ന ഇത് കണ്ടിട്ടുണ്ട്. നമുക്കിത് എത്ര കിലോ, ആ രോഗാവസ്ഥയ്ക്ക് എത്ര കിലോ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് മസിൽസിൻ്റെ എൻഡുറൻസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് എത്രമാത്രം ബലം നമ്മൾ കൊടുക്കണം, എത്രമാത്രം വെയിറ്റ് വേണം എന്നൊക്കെ ഉള്ളത് നിശ്ചയിക്കുന്നതിന് വൈദഗ്ധ്യം വേണം. അതിന് ഈ ഫിസിയോതെറാപ്പി വിദഗ്ധൻ്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ടെറാബാൻഡ് പോലുള്ള റെസിസ്റ്റഡ് എക്സസൈസുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മുട്ടുവേദന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മുട്ടിനടിയിൽ ഒരു ടവൽ വെച്ച് താവട്ട് അമർത്തുന്ന വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. ഇത് എങ്ങനെ ചെയ്യണം, എന്താണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നുള്ളത് മനസ്സിലാക്കി വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം കിട്ടുകയുള്ളൂ. ഇത് ക്വാഡ്രിസെപ്സ് മസിൽസിൻ്റെ അവസാന 15 ഡിഗ്രി പ്രവർത്തിപ്പിക്കുന്ന വാസ്റ്റസ് മീഡിയാലിസ് എന്നുള്ള മസിൽ ആണ് മുട്ടിൻ്റെ പൂർണ്ണമായി നിവർത്തി വെക്കുന്നത്. ഈ മസിൽസിന് വ്യായാമം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥയിൽ മുട്ടിന് വേദന വന്നിട്ട് നമ്മൾ മുട്ട് പൂർണ്ണമായും നിവർത്താത്ത അവസ്ഥയിൽ വേദന വരാതിരിക്കുന്നതിന് വേണ്ടി മുട്ട് പൂർണ്ണമായും നിവർത്താത്ത അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പേശികളുടെ പ്രവർത്തനം പൂർണ്ണമായി ഉണ്ടാവാതിരിക്കുകയും ഈ പേശികൾ എപ്പോഴും പൂർണ്ണമായി പ്രവർത്തന സജ്ജമല്ലാതിരിക്കുന്ന അവസ്ഥയും ഉണ്ട്. അപ്പോൾ ഇഞ്ചറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് മസിൽസാണ് അല്ലെങ്കിൽ ഏത് ഡിഗ്രിയാണ് നമുക്ക് എക്സസൈസ് ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിച്ച് എക്സസൈസ്
ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്ക്വാട്ടിങ് പോലെയുള്ള വ്യായാമങ്ങൾ നമ്മൾ ജിമ്മിലൊക്കെ ചെയ്ത് മുട്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി സ്ക്വാട്ടിങ് പോലെയുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പരിക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം വ്യായാമം ചെയ്യേണ്ടത്. എപ്പോൾ ഏത് തരം വ്യായാമം തുടങ്ങണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റിൻ്റെയും ഇഞ്ചറി പ്രിവെൻഷൻ്റെയും ഗുണഫലം പൂർണ്ണമായും കിട്ടുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ വ്യായാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഏതുതരം വ്യായാമങ്ങളാണ് ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കാവുന്നത്? അത് രോഗാവസ്ഥ അനുസരിച്ചാണ്. നമുക്ക് ജനറലി ഏതുതരം വ്യായാമം ചെയ്യണം എന്ന് പറയാൻ കഴിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറലൈസ്ഡ് ആയിട്ട് മുട്ടിനടിയിൽ ടവൽ വെക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നത് പേശികൾക്കുള്ള ദൃഢത വർദ്ധിപ്പിക്കുന്നതിനും ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി കൂട്ടുന്നതിനും വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ അടുത്ത് ഒരു രോഗി വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള പ്രശ്നമായിട്ടല്ല നമ്മുടെ അടുത്ത് വരുന്നത്. ഡോക്ടർ മുട്ട് മടക്കാൻ കഴിയുന്നില്ല, പടി കയറാൻ കഴിയുന്നില്ല, മുട്ടിൽ നീര് വരുന്നു, രാവിലെ എണീച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ട്, ഇത്തരം പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ രോഗി വരുന്നത്. ഈ രോഗി വരുമ്പോൾ തന്നെ നമ്മൾ ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുക അല്ല വേണ്ടത്. ഈ രോഗിയെ അസസ് ചെയ്തതിന് ശേഷം എന്താണ് പുള്ളിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി, ഇപ്പോൾ നിസ്സാരമായി ഞാൻ പറഞ്ഞു മുട്ടിൻ്റെ മുന്നിലുള്ള ചിരട്ട, ഈ നമ്മുടെ ചലനങ്ങൾക്കനുസരിച്ച് ഈ മസിൽസിൻ്റെ ചലനങ്ങളനുസരിച്ച് മുട്ടിൻ്റെ ചിരട്ടയുടെ മൂവ്മെൻറ്റ്സ് ഗ്ലൈഡ്സും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം നിസ്സാരമായ ഗ്ലൈഡുകൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് മുട്ടിൽ പിടുത്തം വരികയും ചെറിയ തോതിൽ നീര് വരികയും ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ കാർട്ടിലേജിൻ്റെ നാരോനെസ് കൊണ്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മടക്കാനാവാത്ത അവസ്ഥയിൽ നമ്മൾ ഈ സ്ക്വാട്ട് ചെയ്യുന്ന വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് ഫർദർ ഇഞ്ചറി വരുത്തുക ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കി ഈ പ്രായവും രോഗത്തിൻ്റെ അവസ്ഥയും എപ്പോഴും നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ള അവസ്ഥയും അനുസരിച്ചാണ് നമ്മൾ ഇതിന് ചികിത്സ നിർദ്ദേശിക്കുന്നത്. ചികിത്സയിൽ വേദന കുറയ്ക്കുന്നതിനാവശ്യമായതും സന്ധികളുടെ പ്രവർത്തനക്ഷമത വീണ്ടെടുക്കുന്നതിനാവശ്യമായതും പേശികൾ ബലപ്പെടുന്നതിനാവശ്യമായ സങ്കേതങ്ങൾ ഫിസിയോതെറാപ്പിയിൽ നിന്ന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ച് തുടർ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണമായി ഈ പടി കയറുന്ന സ്ഥിരമായി 3 നില കയറുന്ന ഒരാൾക്ക് മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേദന ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്കത് സ്ഥിരമായി പടി കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങൾക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ പേശികൾക്കാണ് നമുക്ക് അഡീഷണലായിട്ട് ബലം വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് പരിഹരിക്കാൻ ചെയ്യും. അതുപോലെ തന്നെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ഇതാണ് മുട്ടിന് സപ്പോർട്ട് കൊടുക്കുക, നീ ക്യാപ്പ് ഇടുക. ആ ഒരു നീ ക്യാപ്പ് ഇട്ടാൽ മതി വേദന മാറും എന്ന് പറയുന്ന ഒരു സ്ഥിരമായ സംവിധാനം ഉണ്ട്. ഇപ്പോൾ മുട്ടുവേദന വന്നാൽ എല്ലാവരും ഒന്നും ഡോക്ടറെ കാണാൻ പോവുകയോ ചികിത്സ നേടുകയോ ചെയ്യാറില്ല. അപ്പം മുട്ടുവേദന വരികയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ സർജിക്കൽ കടകളിൽ നിന്നോ ഒരു നീ ക്യാപ്പ് പോലുള്ള സംഗീതം വാങ്ങിച്ച് മുട്ടിന് സപ്പോർട്ട് കൊടുക്കുന്നു. മുട്ടിന് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നു, ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, വേദന കുറയുന്നു. പക്ഷേ നമ്മുടെ ശരിയായ രോഗ കാരണം അവിടെ നിലനിൽക്കുകയാണ്. മുട്ടിൽ ഇൻഫ്ലമേഷനാണോ അല്ലെങ്കിൽ ഡീജനറേഷനാണോ അല്ലെങ്കിൽ പേശി ബലക്കുറവാണോ എന്നുള്ള നീര് വന്നിട്ടുള്ളതാണോ എന്നുള്ള ആ രോഗാവസ്ഥ അവിടെ തുടരുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായി നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് വേദന ശമിക്കുകയാണ്. ഇങ്ങനെ താൽക്കാലികമായി നമ്മൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ്. ഇത്തരം വേദന വരുമ്പോൾ പേശികൾ പൂർണ്ണമായും ചലിപ്പിക്കാത്ത അവസ്ഥ വരുന്നത് കൊണ്ട് പേശിയുടെ ബലം കുറയുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ആ അവസ്ഥയിൽ നമ്മൾ വീണ്ടും വെളിയിൽ നിന്നൊരു സപ്പോർട്ട് കൊടുത്ത് സന്ധികൾക്ക് പേശികൾ ചലിക്കാതെ തന്നെ ബലം കൊടുക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഈ ആൾറെഡി വീക്കായിരിക്കുന്ന പേശികൾ വീണ്ടും ഫർദർ വീക്കനിങ് ഉണ്ടാവുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സന്ധികൾക്ക് സ്ട്രെയിൻ കൂടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ ഇമ്മൊബിലൈസേഷൻ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള നീ ക്യാപ്പ് പോലുള്ള സങ്കേതങ്ങൾ എപ്പോൾ ഉപയോഗിക്കണം, എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ചികിത്സയുടെ ഗുണഫലം കിട്ടുന്നത്. ഇത് നമ്മൾ മുട്ടുവേദന തുടങ്ങുന്ന കാലം മുതൽ തന്നെ സ്ഥിരമായി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീ ക്യാപ്പ് പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പേശികളുടെ ബലം പോവുകയും തേയ്മാനം പോലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇഞ്ചറി പോലുള്ള അവസ്ഥ വീണ്ടും കൂടുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടതാണ്. കഠിനമായ വേദനയും ചലിപ്പിക്കാനാവാത്ത ബുദ്ധിമുട്ടും ഉള്ള സമയത്ത് നമുക്ക് ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി വേദന ശമിപ്പിക്കാം. ഈ ചികിത്സ തുടരുന്നതിനൊപ്പം ഇത്തരം വേദനകൾ കുറയുകയും പേശികൾ ചലിപ്പിക്കാൻ കഴിയുകയും സന്ധികൾ ചലിപ്പിക്കാൻ കഴിയുകയും പേശികളുടെ ബലം തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ഈ നീ ക്യാപ്പ് പോലുള്ള സങ്കേതങ്ങൾ ഒഴിവാക്കുകയും അത് തുടർന്ന് ഉപയോഗിക്കാതിരിക്കുകയും വേണം. ഓക്കെ ഡോക്ടർ, ദയവായി തുടരുക. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്.
സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര. ഉദയാമൃതം എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ഡോക്ടർ, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫലപ്രദമാണോ? ഇതിൽ ഫിസിയോതെറാപ്പിക്കുള്ള പങ്ക് എത്രമാത്രമാണ്? മുട്ടുമാറ്റി ശസ്ത്രക്രിയ പൂർണ്ണമായും ഫലപ്രദമാണ്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ മുട്ടുമാറ്റി വെക്കലിലേക്ക് എത്തപ്പെടുന്നത് ഈ സന്ധി തേയ്മാനം ഒരു പരിധിക്കപ്പുറം പോവുകയോ അല്ലെങ്കിൽ ഫ്രാക്ചർ പോലുള്ള ഘടകങ്ങൾ വന്നിട്ട് ജോയിൻറ്റ് ആർട്ടിക്കുലർ എൻഡ്സ് കേടുപാടുകൾ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ മുട്ടുമാറ്റി വെക്കലിലേക്ക് പോകേണ്ടി വരുന്നത്. ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് മുൻപേ ഇത് കണ്ടുപിടിക്കുകയും വ്യായാമങ്ങൾ ചെയ്യുകയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുകയും അല്ലെങ്കിൽ ശരീരഭാരം അമിതമായിരുന്നെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ മുട്ടുമാറ്റി വെക്കൽ എന്നുള്ള ഇതിലേക്ക് പോകാതെ ഇരിക്കാമായിരുന്നു. പക്ഷേ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ തേയ്മാനം ഒരു പരിധിക്കപ്പുറം എത്തിക്കഴിഞ്ഞാൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇതിന് പരിഹാരം. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊണ്ട് ജോയിൻറ്റ് പഴയതിനേക്കാളും വളരെ ചെറുപ്പമായിരുന്ന കാലത്തെ പോലുള്ള ജോയിൻറ്റ് നമുക്ക് കിട്ടുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ സജ്ജമാവണമെന്നുണ്ടെങ്കിൽ ശരിയായ സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ മുട്ട് മാറ്റി വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന വേദനകൾ കുറയുന്നു എന്നുള്ളത് സന്ധി പൂർണ്ണമായും പ്രവർത്തനക്ഷമം ആകുന്നില്ല. പേശികളുടെ ബലം കൂടുന്നില്ല. സർജറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മുറിവുകൾ കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സന്ധികൾക്കുള്ള ബലക്കുറവ്, ചലിപ്പിക്കാനുള്ള ചലനക്ഷമത കുറയുന്നത് വീണ്ടെടുക്കുന്നില്ല. ഇതിനൊക്കെ ഫിസിയോതെറാപ്പി ആവശ്യമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രോഗി കുറച്ച് ദിവസം ബെഡിലായിരിക്കും. കാല് നിലത്തധികം ഭാരം കൊടുക്കുന്ന അവസ്ഥയിലായിരിക്കില്ല. വാക്കറിൽ നടക്കുന്ന അവസ്ഥയായിരിക്കും. മുട്ട് പെട്ടെന്ന് മടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഈ സ്റ്റിച്ചസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് രോഗി കിടക്കുന്നതിൽ കൊണ്ടുണ്ടാകുന്ന ഇമ്മൊബിലൈസേഷൻ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടി ആംഗിൾ എക്സസൈസസ് കൊടുക്കണം. DVT പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടി. അതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ പുള്ളിയെ നടക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ പേശികളുടെ ബലം വേണം. സന്ധികൾ ചലനക്ഷമമാകണം. ഏകദേശം 90 ഡിഗ്രിക്ക് മുകളിലെങ്കിലും മടങ്ങി കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ സന്ധിമാറ്റൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഈ രോഗിക്ക് കാല് മടക്കാനാവുന്ന അവസ്ഥയായിരിക്കില്ല. വേദനയും ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. എന്നാൽ നമുക്കിത് പൂർണ്ണമായും ഒറ്റ ദിവസം കൊണ്ട് പിടിച്ച് മടക്കുക ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ ബോൺ സിമെൻ്റ് വെച്ച് ഇത് ഉറപ്പിച്ചിരിക്കുന്ന അതിന് ക്ഷതം ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയിൽ വേണം നമുക്കിത് മടക്കി എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഇത് മടക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പേശികൾക്കുള്ള ബലം നിലനിർത്തേണ്ട ആവശ്യമാണ്. അപ്പോൾ അതിന് ചില ലഘുവായ വ്യായാമങ്ങൾ തുടക്കത്തിൽ തന്നെ കട്ടിലിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുകയും രോഗിയെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. കാല് മേലോട്ട് പൊക്കാൻ പറയുന്നത് ഒക്കെ. അത് ഏത് അവസ്ഥയിൽ ചെയ്യണം, എപ്പോൾ ചെയ്തു തുടങ്ങണം എന്നൊക്കെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ ഇതിൻ്റെ ചികിത്സയുടെ ഫലം കിട്ടുന്നത്. സാധാരണയായി കണ്ടുവരുന്നത് മുട്ടുമാറ്റി വെച്ചു, രോഗിക്ക് വേദന മാറി, പക്ഷേ നടക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ പടിയിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ കാറിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ് നമുക്ക് കണ്ടുവരുന്നത്. ഇത് നമുക്ക് ശരിയായ സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്താൽ നമുക്കത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. മുട്ട് മടക്കിയെടുക്കേണ്ടതുണ്ട്. മുട്ടിൻ്റെ ചിരട്ടയുടെ മൂവ്മെൻറ്റ് കറക്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. പേശികളുടെ ബലം കൂട്ടേണ്ടതുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തമാവുന്ന രീതിയിൽ രോഗിയെ എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ക്വാഡ്രിസെപ്സ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായി ആദ്യമേ തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ സന്ധികളുടെ ചലനം പതുക്കെ വീണ്ടെടുക്കുക. 90 ഡിഗ്രിയോളം എത്തിക്കേണ്ടതുണ്ട്. ഇത് ശരിയായ രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്തത് മാത്രമേ മുട്ടുമാറ്റി വെക്കൽ ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായി കിട്ടുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, സമയപരിധി മൂലമാണ് ഇടപെടുന്നത്. കാൽമുട്ടിലെ പ്രശ്നങ്ങളും ഫിസിയോതെറാപ്പിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ഗൗരീശപട്ടത്തെ എക്സിക്യൂട്ടീവ് സെന്റർ ഫോർ ഫിസിയോതെറാപ്പിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായ ശ്രീജിത്ത് എം നമ്പൂതിരിയാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ബ്രൊക്കോളി, കോളിഫ്ലവർ എന്നിവയിലടങ്ങിയ ഒരു സംയുക്തം ചർമാർബുദമായ മെലനോമ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുമെന്ന് പഠനം. രോഗം ബാധിച്ച കോശങ്ങളുടെ വളർച്ച 69% തടയാൻ ഈ സംയുക്തത്തിനാകുമെന്ന് എലികളിൽ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞു. സമീപത്തെ ആരോഗ്യമുള്ള കോശങ്ങൾക്ക്
കേടുപാട് വരുത്താതെ തന്നെ അർബുദ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു പുതിയ മരുന്നിന്റെ കണ്ടെത്തലിലേക്ക് ഈ പഠനഫലം നയിക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ചർമ്മത്തിലെ അർബുദം മൂലമുള്ള 4-3 മരണത്തിനും മെലനോമ കാരണമാകുന്നു. കാബേജ് കുടുംബത്തിൽപ്പെട്ട പച്ചക്കറികളായ ബ്രൊക്കോളി, കോളിഫ്ലവർ എന്നീ പച്ചക്കറികളിൽ അർബുദ നാശകാരിയായ സംയുക്തം അടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയെ കാണപ്പെടുന്ന ഐസോസൈനേറ്റുകളിൽ നിന്നും വേർതിരിക്കുന്ന ഈ സംയുക്തമാണ് അർബുദത്തെ തടയുന്നതെന്ന് പെൻ സ്റ്റേറ്റ് കോളേജ് ഓഫ് മെഡിസിനിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ വ്യക്തമായി. അർബുദമുഴകളെ വളരാൻ അനുവദിക്കുന്ന മാംസ്യത്തെ ഇത് തടയുന്നു. യൂറോപ്യൻ ജേണൽ ഓഫ് മെഡിസിനൽ കെമിസ്ട്രിയിൽ ഈ പഠനഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളിൽ സെലിയാക് രോഗം കൂടുതലായി കണ്ടുവരുന്നതായി പഠനം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം ചെറുകുടലിനെ ബാധിക്കുന്ന രോഗമാണ് സെലിയാക്. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾക്കുണ്ടാകുന്ന തകരാർ മൂലം ആഹാരത്തിലെ ഗ്ലൂട്ടൻ എന്ന മാംസ്യം ഇല്ലാതാകുന്ന രോഗാവസ്ഥയാണ് ഇത്. സെലിയാക് അസുഖം ബാധിച്ച പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഒട്ടും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാൽ രക്തത്തിലെ പഞ്ചസാര കോശങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജമായി മാറ്റിയെടുക്കാനും സാധിക്കുന്നില്ല. ടൈപ്പ് 1 ഡയബറ്റിക്കുള്ള 5% രോഗികളിൽ സെലിയാക് രോഗം കാണപ്പെടുന്നു. പെൺകുട്ടികൾക്കാണ് കൂടുതലായി ഈ രോഗം കാണപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളിൽ സെലിയാക് രോഗം കൂടുതലായി കണ്ടുവരുന്നതായി പഠനം. സ്മാർട്ട് ഫോണുകളിലും മറ്റ് സ്ക്രീനുകളിലെയും കടുത്ത നീല വെളിച്ചം മനുഷ്യന്റെ ഉറക്കത്തെ മാരകമായി ബാധിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബ്രൊക്കോളി, കോളിഫ്ലവർ എന്നിവയിലടങ്ങിയ ഒരു സംയുക്തം ചർമാർബുദമായ മെലനോമ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം.